Hey guys, welcome back to yet another episode. അപ്പോൾ ഇന്ന് വി ആർ ഗോയിങ് ഔട്ട് ഫോർ എ ഡിന്നർ വിത്ത് ഫാമിലി. അപ്പോൾ കുറച്ച് ബ്ലഷ് കൂടിപ്പോയി, ഒരു സൈഡ് കൂടിപ്പോയി, ഒരു സൈഡ് കുറഞ്ഞുപോയി. ഇറ്റ്സ് ഫൈൻ. അപ്പോൾ എനിക്കറിയില്ല എങ്ങനത്തെ സെറ്റപ്പാണ് എന്നൊക്കെ ഉള്ളത്. ഒരു യാച്ചിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് ഗോ. സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ് എങ്കിൽ ഐ കംപ്ലീറ്റ് ദിസ് വ്ളോഗ്, അല്ലെങ്കിൽ ജസ്റ്റ് ബിറ്റ്സ് മാത്രമേ എടുക്കൂ. സോ ലെറ്റ്സ് ഗോ. എല്ലാവരും ഓരോരോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജദാഫിൽ ഒരു 6:15 എത്താനായിരുന്നു നമ്മൾ ടൈമിങ് പറഞ്ഞിരുന്നത്. നമ്മൾ ഏകദേശം കറക്റ്റായിട്ട് ഒരു 6:15 ഒക്കെ തന്നെ എത്തി. പക്ഷേ ഓരോരുത്തരും ഓരോ ടൈമിൽ, കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. പക്ഷെ ആ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒരു നമ്മുടെ ഓട്ടം സീസണിൽ കാണുന്ന പോലത്തെ ഒരു ഇലകളും ഫ്ലവേഴ്സും ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരുപാട് പുതിയതല്ല, ഒരുപാട് ബിൽഡിങ്സും അതും വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ നമ്മൾ പയ്യെ ഒരു 6:15 ഒക്കെ ആയപ്പോൾ നമ്മൾ പോയിന്റിൽ എത്തി. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കാറുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഏരിയയിലൊന്നും റഷ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ ഏരിയ വാസ് സോ ബ്യൂട്ടിഫുൾ. കടലും അതുപോലെ കടലേന്നല്ലേ അത്, കടലും കുറേ മരങ്ങളും പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഏരിയയും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഓരോരുത്തർ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നു പാർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തെള്ളൊക്കെ ആയിരുന്നു. അതായത് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ല റഷൊക്കെ ആയിരുന്നു. പിന്നെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്ലേസ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ലൈക്ക് സോ നൈസ്. അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം കടലും നല്ല കാണാൻ ഭയങ്കര രസമുണ്ട്. ആൻഡ് വൺ തിങ് ഈസ്, ഞാൻ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ നമ്മൾ ഇറങ്ങാൻ ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാനൊരു കൂതറ ടീഷർട്ട് ഇട്ടാണ് ഇറങ്ങിയത്. ഓഫ് കോഴ്സ് ഒരാടെ നിന്ന് എനിക്ക് തെറി കിട്ടി. ഇനി ഇത് കാണുമ്പോൾ എൻ്റെ ഉമ്മിച്ചായും തെറി വിളിക്കും. നിനക്കൊന്ന് നന്നായിട്ട് ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ ഇങ്ങനെ കുറേ ഏരിയാസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പാർക്ക്, ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതല്ലാതെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ കുറേ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര എവിടെയാണോ അവിടേക്ക് നടന്നു. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളും ഇങ്ങനെ ഷിപ്പുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഫാമിലി മാത്രമായിട്ട് പോകാൻ പറ്റുന്ന ചെറിയത് തൊട്ട് വലുത്, ഐ മീൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പോകാൻ പറ്റുന്നത് വരെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട്, ഐ മീൻ നമ്മുടെ ഫാമിലിയും അതുപോലെ ഒരുപാട് പേര് എക്സ്ട്രാ ഉണ്ടായിരുന്നു. പെർ പേഴ്സൺ 29 ദിർഹംസിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അങ്ങനെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് കയറാൻ, കാരണം അത്യാവശ്യം ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് ആ ടൈമിങ്ങിൽ ഒരുപാട് ബോട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു വുഡൻ കളറായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. ആൻഡ് മുകളിൽ കയറണമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും നമുക്ക് മുകളിൽ പ്ലേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം നമ്മളിങ്ങനെ ക്യൂ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ലൈനിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ മുകളിൽ കയറി. ആൻഡ് നമ്മൾ ക്യൂ നിന്ന്, ആൻഡ് ഇപ്പുറത്തൊക്കെ കിടക്കുന്നത് പല നെയിമിലുള്ള പല ബോട്ടുകളാണ്. അത് നമുക്ക് എനിക്കൊന്ന് ഓരോ ബോട്ടിലും ഓരോ ചാർജസ് ആണ് ഉള്ളത്. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എന്നുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ആൻഡ് എല്ലായിടത്തും ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഡിന്നർ കഴിക്കാം. പിന്നെ ഒരു 2 hours ആണ് ഇവർ പറയുന്ന ഒരു ജേണി. ആ 2 hours തന്നെ ചെറിയ പ്രോഗ്രാംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ്, ആൻഡ് ദെൻ ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി തിരിച്ചു വരാം. ഇതാണ് ആ ഒരു സെറ്റപ്പ്. അങ്ങനെ അകത്തേക്ക് നമ്മൾ കയറിയപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് ടേബിൾ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഓൾറെഡി ഫില്ലായതുകൊണ്ട് പിന്നെ നമ്മൾ താഴെ ഒരു പ്ലേസിലാണ് ഇരുന്നത്. അങ്ങനെ താഴെ ഇരുന്ന് മൊത്തം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് കുറച്ച് ചൂടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും വിൻഡോസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമത്തിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കൂളേഴ്സും AC ഓൺ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറേ പരിപാടികൾ, കുറേ എന്നല്ല ഒരു 1 2 3 പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ പുള്ളിയുടെ തന്നെ ഇങ്ങനത്തെ ഡാൻസും, പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സ്കേർട്ടില്ലേ അത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടികളെ കൊണ്ടും ചെറുതായിട്ടൊക്കെ ചെയ്യിച്ചു. അങ്ങനെ ഇതിങ്ങനെ പലത്, ഈ കയ്യിലിരിക്കുന്ന റൗണ്ടിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അതിങ്ങനെ 3 ആവും, 4 ആവും, 5 ആവും, 6 ആവും, എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അത് ഒരു ഐ മീൻ ഇവരുടെ ഒരു ട്രഡീഷണൽ സാധനമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാനൊന്ന് തിരക്കിയിട്ട് വരാം.
അടുത്ത് കിടക്കുന്ന ഒരാടുത്ത് ഞാൻ ഇതിനൊന്ന് ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് നോക്കാൻ മടിയായിട്ട്. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനത്തെ ലൈറ്റ്സ് LED ലൈറ്റ്സ് വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കറക്കം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഇത് കറക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ. ആൻഡ് ഓരോ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഇങ്ങനെ കറക്കി കറക്കി ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു സാധനമാണ്. പിന്നെ നല്ല പ്രാക്ടീസിലായിരിക്കാം ഇത് ഇങ്ങനെ ഈസി ആയിട്ട് ആളിത് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ സോങ്സ് ഒക്കെ ഇട്ടിരിക്കും. പിന്നെ നമുക്കൊരു ലൈക്ക് ഇത് മൂവ് ആയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫുഡിൻ്റെ ടൈം അവർ പറയും. അപ്പം നമുക്ക് പോയി ഫുഡ് എടുത്തിട്ട് ഡിന്നർ കഴിക്കാം. അതാണ് ദ ഹോൾ പ്രോസസ്സ്. ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നമുക്ക് മുകളിലോട്ടൊക്കെ പോകാം. നമുക്ക് മുകളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മുകളിൽ പോകാനായിട്ട് പറ്റുമായിരുന്നു. അവിടെ നമ്മൾ പോയി നിന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യൂ കുറച്ചുകൂടെ, ഇത് ആക്ച്വലി ഫ്രണ്ടിലത്തെ സൈഡാണ്. ആൻഡ് മുകളിലത്തെ വ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. മുകളിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ദ ഹോൾ ദുബായ് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡോളിൽ ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ട് ഒരു ഡാൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പം കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ രസമാണ് ഈ ഒരു ബോട്ടും അതിനകത്തുള്ള ചെറിയ പരിപാടികളും. പിന്നെ ഒരുപാട് കുട്ടികൾ വേറെ ഉണ്ടാവും അതിൽ കളിക്കാനൊക്കെ ആയിട്ട്. ആൻഡ് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇരിക്കാനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. അതുപോലെ മുകളിലാണെങ്കിൽ ടോപ്പ് മാത്രം കവേർഡാണ്, സൈഡ് കവേർഡ് അല്ല. അപ്പം നമുക്കിങ്ങനെ ഒരു ഹോൾ ദുബായ് വൈബ് ഭയങ്കരമായിട്ട് കിട്ടും. അതിൻ്റെ ഇടയിൽ ബുർജ് ഖലീഫയുടെ ഏരിയയിലോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ബിൽഡിങ്സും ബുർജ് ഖലീഫ അങ്ങനെ ഫുൾ അതൊക്കെ കണ്ട് ഒരു 2 hours ആണ് ടോട്ടൽ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്ന് കയറി ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് അവേഴ്സിൽ തിരിച്ചു വന്ന് നമ്മൾ എവിടാണോ നമ്മൾ കയറിയത് അവിടെ തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ 2 hours കഴിഞ്ഞ് പിന്നെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഏരിയ കുറച്ചുകൂടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ബായ് പറഞ്ഞ് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ദാറ്റ് വാസ് എ സാറ്റർഡേ നൈറ്റ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ട് തന്നെ സൺഡേ അവധിയാണല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറണം എന്ന് തോന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു വിൽ ഗോ സംവെയർ, എന്തെങ്കിലും കഴിക്കാം. ഡിന്നർ കഴിച്ചതാണ്, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കാലിക്കറ്റ് സ്റ്റോറീസിൽ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്. അപ്പം നമ്മൾ നിയർ ബൈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് കാറിൽ വന്നിരുന്നു. കാരണം നമ്മൾ 1 hour എന്തായാലും പാർക്കിംഗ് കിട്ടും. അപ്പം നമ്മൾ കാറിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കും. അവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ ലോങ് ക്യൂ. കാലിക്കറ്റ് സ്റ്റോറീസിൽ കയറാനേ പറ്റുന്നില്ല. അതായത് ഫുൾ സീറ്റ് നിറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പുറത്ത് അവിടേക്ക് കയറാനായിട്ടുള്ള ഒരു ക്യൂ ഉണ്ട്, ഹോൾ ക്യൂ. അപ്പം അത് കഴിഞ്ഞിട്ടും നമുക്ക് സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉദ്ദേശം മാറ്റിയിട്ട് പിന്നെ ഐസ്ക്രീം ആക്കാമെന്ന് വിചാരിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം മേടിച്ചിട്ട് നമ്മൾ കാർ ഓൾറെഡി നമ്മൾ 1 hour ആണ് പാർക്കിംഗ് ഇട്ടത്. അപ്പം പിന്നെ കുറച്ച് നേരം അവിടെ ഇടാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ബൈ ഒരു 11:30 12 ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലെത്തി. അങ്ങനെയായിരുന്നു സാറ്റർഡേ. ആൻഡ് ദ ഫൺ പാർട്ട് വാസ് നമുക്ക് കുറച്ചുകൂടെ ദുബായ് അറിയണമെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ഈ ഒരു യാച്ച് പരിപാടി ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് പരിപാടിയാണ്. അത് നമുക്ക് ലൈക്ക് ഇപ്പം കുറേ ആൾക്കാരുമായിട്ട് പോകണമെങ്കിൽ അങ്ങനെയും നമ്മളിപ്പോൾ പോയതുപോലെ എടുക്കാം. അതല്ലെങ്കിൽ ഫാമിലിക്ക് പേഴ്സണലായിട്ട് ഒരെണ്ണം എടുക്കാം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.